സിജു കലവറക്കാരൻ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ നമുക്കൊരു ചില്ലി ചിക്കൻ ഉണ്ടാക്കാം അല്ലേ. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഉപയോഗിക്കുന്നത് വിത്ത് ബോൺ ചിക്കനാണ്, അത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത്. അതേപോലെ തന്നെ ക്യാപ്സിക്കം ഇല്ലാതെ തന്നെയും നമുക്ക് ഈ ചില്ലി ചിക്കൻ ഉണ്ടാക്കാം. ഇതിവിടെ അവൈലബിൾ ആയതുകൊണ്ട് മാത്രം നമ്മൾ എടുത്താണ്. അതേപോലെ തന്നെ സവാള ഒരു ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് ഏതളുകളായിട്ട് ഇങ്ങനെ അടത്തിയെടുത്തത്. അതുപോലെ തന്നെ ഇഞ്ചി ഇതുപോലെ കൊത്തി അരിഞ്ഞത്, അതുപോലെ ഗാർലിക്ക് അതായത് വെളുത്തുള്ളി ഇതുപോലെ കൊത്തി അരിഞ്ഞത്. ഇത് നമ്മൾ ഉപയോഗിക്കുന്നതിന് ഡെക്കറേഷന് വേണ്ടിയാണ്. ഇത് ആദ്യം നമ്മളോട് വെച്ചിരിക്കുന്നത് ലീക്സ് ആണ്. അടുത്തത് നമ്മൾ ഉപയോഗിക്കുന്നത് സെലറിയാണ്. ഇത് രണ്ടും നമുക്കില്ല ഡെക്കറേഷന് വേണ്ടി മാത്രം നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ അതിൻ്റെ ഫ്ലേവറുണ്ട്, ആ ഫ്ലേവറിന് വേണ്ടി കൂടെ നമ്മളിത് ഉപയോഗിക്കും. പിന്നെ കൂടാതെ ഇത് ഇരിക്കുന്നത് സോയാ സോസാണ്. സോയ സോസിൻ്റെ തടി ചെയ്ത് കൊടുക്കണം, എങ്കിലേ അതിൻ്റെ ആ ഫ്ലേവർ വരത്തുള്ളൂ. പിന്നെ ഇതുപോലെ നമ്മൾ ഉപയോഗിക്കുന്നത് ചില്ലി കെച്ചപ്പാണ്. അതുപോലെ തന്നെ ഇത് ടൊമാറ്റോ പേസ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് ആ കളറും അതിൻ്റെ ഒരു ചെറിയ സ്വീറ്റും കൂടി ചേർന്ന് വരാൻ വേണ്ടിയാണ്. ഇത് സ്പൈസി നമുക്ക് വേണമെങ്കിൽ ചില്ലി നമ്മൾ ഇത്ര ഉപയോഗിക്കുന്നത്. അതിൽ നമ്മളൊരു 12 പച്ചമുളക് ഇതുപോലെ നെടുവേ കയറി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഉപ്പ് പാകത്തിന്. അതേപോലെ തന്നെ നമുക്ക് ഇനി ഇതിൻ്റെ കൂടെ എരിവ് കൂടുതൽ എന്ന് നിങ്ങൾക്ക് ആവശ്യമെന്ന് തോന്നിയാൽ നമുക്ക് അതിൻ്റെ കൂടെ ഇച്ചിരി കുരുമുളകും കൂടെ ചതച്ചത് ഇതുപോലെ നമുക്ക് ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ഇത് ഈ കോൺസ്ട്രാറ്റ് അതായത് കോൺഫ്ലോർ കലക്കിയത് ഇതുപോലെ നമ്മൾ വെച്ചിരിക്കുകയാണ്. അത് നമ്മൾ ആവശ്യത്തിന് ഉപയോഗിക്കുന്നു. പിന്നെ നമ്മളിത് ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണയിലല്ല, റിഫൈൻഡ് ഓയിലാണ്. റിഫൈൻഡ് ഓയിൽ നമ്മളെന്ന് പറയുന്നത് ഒരു യാതൊരു തരത്തിലുള്ള ഫ്ലേവറും ഉള്ളത് ഓയിലല്ല, റിഫൈൻഡ് ഓയിൽ. അത് ഉപയോഗിച്ചാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പം നമുക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ഈ ചില്ലി ചിക്കൻ എങ്ങനെ ഉണ്ടാക്കുന്ന നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം. എത്രയും വേഗത്തിൽ നമുക്കിത് ഉണ്ടാക്കാൻ പറ്റുന്ന എങ്ങനെ നോക്കാം. 2 പാത്രം നമ്മൾ വെച്ചിട്ടുണ്ട്. അതിൽ ഒരെണ്ണത്തിൽ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തൊന്നും ചെയ്യുന്നില്ല. നമ്മൾ ഇതിൻ്റെ അകത്തുനിന്ന് റിഫൈൻഡ് ഓയിലിൽ ഈ ചിക്കൻ ഒന്ന് സോത്ത് ചെയ്തെടുക്കുക. അപ്പോൾ ചിക്കൻ്റെ വെള്ളവും കൂടെ ഇറങ്ങും, ആ ഓയിലും കൂടെ കിടന്ന് ഇത് കുക്കായി കിട്ടും. ആ ഒരു ടൈം കൊണ്ട് നമുക്ക് നമ്മുടെ ഗ്രേവിയും കൂടെ തൊട്ടിപ്പുറത്തെ പാത്രത്തിൽ റെഡിയാക്കി എടുക്കാം അല്ലേ. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമ്മളതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്ത് കുക്ക് ചെയ്തെടുക്കാം. നമുക്ക് അല്പം ഉപ്പും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. നമ്മുടെ സ്പൂൺ മാത്രമേ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. കാരണം സോയ സോസിൻ്റെ അകത്ത് ഉപ്പ് ഉള്ളതാണ്, അതുകൊണ്ട് നമ്മൾ അതിൻ്റെ അകത്ത് ഉപ്പിട്ട് കൊടുക്കുന്നില്ല. നമ്മുടെ ഈ പാത്രം റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനുള്ള ആ സോസും കൂടെ ഒന്ന് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. നമ്മൾ ഇതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കുകയാണ്. വളരെ നേരത്തെ നമ്മൾ ആ ഗാർലിക് കൂടി ഇട്ട് കൊടുക്കുന്നു. നമ്മൾ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വഴറ്റിയെടുക്കാൻ. നമ്മുടെ പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ.
നമ്മളുടെ ചില്ലി കെച്ചപ്പാണ്. ഇതും കൂടെ നമ്മൾ ഇതിനകത്ത് വെച്ച് കൊടുക്കുകയാണ്. ചില്ലി സോസാണ്. ഇനി ചില്ലി സോസ് വാങ്ങാൻ കിട്ടിയില്ല തന്നെ ഉണ്ടെങ്കിലും ചില്ലി സോസ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ടൊമാറ്റോ പേസ്റ്റ് ഇട്ടാലും മതി. നമ്മളിട്ട് കൊടുക്കുന്നത് ടൊമാറ്റോ പേസ്റ്റാണ്. അത് 2 ടേബിൾ സ്പൂണാണ് നമ്മളിട്ട് കൊടുക്കുന്നത്. നമ്മളെ ഇതിലുള്ള സ്റ്റോക്ക് വാട്ടർ ഉണ്ടല്ലോ, ഇത് കുക്ക് ചെയ്ത് വന്നുകൊണ്ടിരുന്നത് നമ്മുടെ ചിക്കൻ കുക്കായി വന്നിട്ടുണ്ട്. ആ സ്റ്റോക്ക് വാട്ടറാണ് നമ്മൾ ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതാ നമ്മുടെ ക്യാപ്സിക്കം ഇട്ട് കൊടുത്തിരിക്കുകയാണ്. അതോടെ ഇതിൻ്റെ അകത്തൊന്ന് ലൈറ്റായിട്ടൊന്ന് കുക്കായി വരണം. സോയ സോസാണ്, അത് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. സോയ സോസ് ഇത്തിരി ഡാർക്ക് സോയ സോസാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. നമ്മുടെ സോസ് അവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. അതിൻ്റെ ഇത് നമ്മൾ ഈ ചിക്കനെ നമ്മൾ കുക്കാക്കി എടുത്തുള്ളൂ. ഓയിൽ മാക്സിമം കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. ഇത് കുക്കാക്കിയിട്ടുള്ള ചിക്കൻ നമ്മളിതിലേക്ക് ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് ഇതിലേക്കുള്ള കുരുമുളക് നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ടല്ലോ, അത് ഇച്ചിരി ഇട്ട് കൊടുക്കണം. കാരണം ഇതിന് ആ ഫ്ലേവർ വേണം. ഇച്ചിരി തിക്കാകാൻ വേണ്ടി കോൺ സ്റ്റാച്ച് കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നു. നമ്മളിതിലേക്കുള്ള ലീക്സ് ആണിത്. അതേപോലെ തന്നെ സെലറി, അപ്പം നമ്മളുടെ ചില്ലി ചിക്കന് റെഡി ആയിട്ടിരിക്കുകയാണ്. ഇവിടെ ബാക്കി ഇരുന്ന് കുറച്ച് ലീക്സ് ഉണ്ടായിരുന്നു, അതും കൂടിയിട്ട് നമ്മൾ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിത് അടച്ചു നോക്കാം. നമ്മുടെ ഇത് റെഡിയായി. ഇന്ന് നമുക്ക് ഒരു 3 ഫാമിലീസിനെ കിട്ടിയിട്ടുണ്ട്. അവരെ കൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ഫുഡ് ടേസ്റ്റ് ചെയ്യിപ്പിക്കുന്നത്. അപ്പം നമുക്ക് അവർക്ക് തന്നെ ഫുഡ് കൊടുത്തിട്ട് അവരോട് തന്നെ ചോദിക്കാം ഇതിൻ്റെ ടേസ്റ്റ് അല്ലേ.
കൊള്ളാം, സൂപ്പർ. സൂപ്പർ പറ, സൂപ്പറാണ്, സൂപ്പർ. അടിപൊളി, നന്നായിട്ടുണ്ട്. സൂപ്പർ യമ്മി. ചിക്കൻ ഉപ്പി കഴിച്ചോളൂ. ഏത് ചിക്കൻ അല്ല, സൂപ്പറാണോ? അപ്പോൾ ഇത് നമ്മുടെ ഒരു കൂട്ടുകാരനും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരോട് കൂടെ ചോദിക്കാം ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന്. അസാധ്യം, അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും പരീക്ഷിക്കുക. യൂട്യൂബ് ചാനൽ മാക്സിമം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എങ്ങനെയുണ്ടായിരുന്നു ശിവകുട്ടി? അപ്പം ഇന്ന് നമ്മളുണ്ടാക്കിയ ചില്ലി ചിക്കൻ ഇവരുടെ അഭിപ്രായമാണ് നമ്മൾ കേട്ടത്. അപ്പോൾ അതേപോലെ തന്നെ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ പുതുതായി ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് എത്തിച്ചേരുന്നതായിരിക്കും. അടുത്ത ആഴ്ചയിൽ പുതിയൊരു വിഭവമായി എത്തും വരേക്കും ഗുഡ് ബൈ.